ഹായ് ഡിയേഴ്സ്, ഇന്നൊരു ബീഫ് റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ബീഫ് ലിവർ പെപ്പർ റോസ്റ്റ്. കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു തനി നാടൻ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ബീഫിൻ്റെ ലിവർ എടുത്തിട്ടുണ്ട്. അത് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ വീതം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ ജിഞ്ചർ ചതച്ചത്, 1 ടീസ്പൂൺ ഗാർലിക്കും ചതച്ചത് ഇട്ട് കൊടുക്കണം. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. നല്ല എരിവ് വേണ്ടവർക്ക് സാധാ മുളക് പൊടി ചേർക്കാം. പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് മിക്സ് ആക്കിയിട്ടെടുക്കാം. നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർക്കണില്ല കേട്ടോ. ഇതിങ്ങനെ കുക്കായി വരുമ്പോൾ വെള്ളമൊക്കെ ഇതിൽ തന്നെ ഉണ്ടാവും. ഇനി കുക്കർ അടിച്ചിട്ട് നമുക്കൊരു 3 വിസിൽ വരുന്നത് വരെ വേവിച്ചിട്ടെടുക്കണം. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ റെഡിയാക്കാം. ഇതിലേക്കൊരു 10-15 ചെറിയ ഉള്ളി വേണം. ഉള്ളി നമുക്കൊന്ന് ചതച്ചിട്ടെടുക്കണം. സവാള വേണമെങ്കിൽ എടുക്കാം, പക്ഷേ സവാളിനേക്കാളും ടേസ്റ്റ് ചെറിയ ഉള്ളി ആയിരിക്കും കേട്ടോ. ഇനി ബീഫൊക്കെ വേവായിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇരുമ്പിൻ്റെ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ പെരുംജീരകം ചേർക്കുന്നുണ്ട്. ജീരകം നന്നായിട്ട് പൊട്ടി വരണം കേട്ടോ. അപ്പോൾ അതിലേക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കണം. ഇരുമ്പ് ചട്ടി തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ, നോൺ സ്റ്റിക്കിൻ്റെ പാനിലും പറ്റും. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ചെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. മിക്സിയിലിട്ടാണ് ചതക്കുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി കേട്ടോ, തീരെ അരിഞ്ഞു പോകരുത്. എന്നിട്ട് നന്നായിട്ടൊരു ബ്രൗൺ കളറാകുന്നത് വരെ വഴറ്റിയിട്ടെടുക്കണം. ചെറിയ ഉള്ളി ആയതാണ് ഇതിൻ്റെ നല്ല ടേസ്റ്റ്. നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ലിവർ ചേർത്ത് കൊടുക്കണം. ഒരു 3 വിസിലുകൊണ്ട് തന്നെ ലിവറൊക്കെ പാകത്തിന് വേവായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാതും നമ്മളിതിലേക്ക് മാറ്റി ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൽ കുറച്ച് വെള്ളമുണ്ട്, അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് ഇതൊന്ന് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ വെള്ളമൊക്കെ പാകത്തിന് വറ്റിയിട്ടുണ്ട്. ഇത് ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് നമ്മൾ അടി പിടിക്കുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ പിന്നെ അത്ര തന്നെ പ്രശ്നം ഉണ്ടാവില്ല. നല്ലോണം ഒന്ന് ഡ്രൈ ആക്കിയിട്ടെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് പെപ്പർ പൗഡർ ചേർക്കുന്നുണ്ട്, കുരുമുളക് പൊടിച്ചത്. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് റോസ്റ്റ് ആക്കിയിട്ടെടുക്കുക. അപ്പോൾ ഒരു ബ്ലാക്ക് കളറിൽ ഇങ്ങനെ ആയി വരും കേട്ടോ. ഇനി ഇതിലേക്ക് അടി പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണെങ്കിൽ ഈ ഒരു പ്രശ്നം വരില്ല. ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഗരം മസാല ഒക്കെ ലാസ്റ്റാണ് ചേർത്തത്, പെപ്പറും ഗരം മസാലയൊക്കെ. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ലും ഫ്ലേവറും ഒന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ടോ ലാസ്റ്റ് ചേർത്തത്. അവസാനമായിട്ട് നമ്മൾ കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആ കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഒന്നിങ്ങനെ മൂത്ത് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാനിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചൂടോട് കൂടി നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡിഷാണ്. ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. പെപ്പറോ അല്ലെങ്കിൽ മുളക് പൊടിയോ പച്ചമുളകോ ഒക്കെ കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ റെസിപ്പി. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നാടൻ ടേസ്റ്റിലുള്ള ഈ ഒരു ഐറ്റം നിങ്ങൾ പരീക്ഷിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻസൊക്കെ അറിയിക്കുക. റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. നല്ല റെസിപ്പീസും വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും കാണാം.